എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള MG കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റീസിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ഡിഗ്രി പ്രവേശനത്തിലേക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ഇനിയുണ്ടോ? ഇത് അവസാന ഘട്ടമാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും ലഭിച്ച സീറ്റ് മാറാൻ നിൽക്കുന്നവരും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്കും സെമസ്റ്ററുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കും ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ചേർത്തിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിലെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വിദ്യാർത്ഥികൾ അങ്ങനെ വരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കേരള MG കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റീസ് കൊടുക്കാൻ വിട്ടുപോയതാണ്. തമിഴ്നാട് വരുമ്പോൾ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ, പേടിക്കണ്ട. ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ? അഡ്മിഷൻ അവസാന ഘട്ടത്തിൽ. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും ലഭിച്ച സീറ്റ് ലഭിച്ച സീറ്റ് മാറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ആദ്യം കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കാം. കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. സ്പോട്ട് അഡ്മിഷനാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അവസാന അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ അവസാന അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷനാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 ആലപ്പുഴയിൽ 8-ാം തീയതിയും 9-ാം തീയതി കൊല്ലത്തും 11, 12, 13 തീയതികളിൽ എവിടെയുമായിട്ട് നടക്കും? തിരുവനന്തപുരം ജില്ലയിലുമായിട്ട് നടത്തും. അപ്പോൾ അതായത് വിദ്യാർത്ഥികൾക്ക് എവിടെയാണോ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുവരെ ഇനിയും അലോട്ട്മെൻറ്റുകൾ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി സ്പോട്ട് അഡ്മിഷനായി നൽകാൻ സാധിക്കും. ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നോക്കിയോ, ലഭിച്ച സീറ്റ് മാറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു 90% ഉറപ്പാണ്. കാരണം എന്താണ്? കേരള ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റിയാലെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം മിക്കവാറും മറ്റ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നാളെ 10 മണിക്ക് ശേഷം 10 മണി to 5 മണി വരെ യൂണിവേഴ്സിറ്റിയിലെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എൻക്വയറി വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കൃത്യമായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തരും. ലഭിച്ച സീറ്റ് മാറാൻ നിൽക്കുന്നവർക്കും അപേക്ഷിക്കാം. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഇനി MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സുകളും അവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ ഡീറ്റെയിൽസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. സ്പോട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഡീറ്റെയിൽസ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതാണ്. അഡ്മിഷൻ എന്തായാലും ഇനി MG യൂണിവേഴ്സിറ്റിയുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നതിന് സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. അതൊന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് എന്തായാലും സ്പോട്ട് അഡ്മിഷനിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇത് അഡ്മിഷൻ അവസാന അവസരമാണ്. ലഭിക്കാത്തവർക്ക് സ്പോട്ട് അഡ്മിഷൻ കൊടുക്കാൻ, ലഭിച്ച സീറ്റ് മാറാൻ നിൽക്കുന്നവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇനി സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. അഡ്മിഷൻ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷ ആരംഭിച്ചിട്ടില്ല. അപേക്ഷ ആരംഭിക്കുമ്പോൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യും. ഇനിയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ലഭിച്ച സീറ്റ് മാറാൻ നിൽക്കുന്നവർക്കും അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റും. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താൽ സ്പോട്ട് അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ ആ ടൈമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇനി ഓപ്ഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷന് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമേയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 50 പേരുടെ പേരാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 10 പേരുടെ പേരാണ് വരുന്നത്. ആ 10 പേർ ആ റാങ്ക് ലിസ്റ്റിലുള്ള 10 പേര് കഴിഞ്ഞിട്ടും സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോളേജിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതായത് 10 വേക്കൻസി ഉണ്ട്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കോളേജിൽ 15 വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചാൽ 10 പേരെ അപേക്ഷ വന്നുള്ളൂ. അപ്പോൾ 10 പേര് അഡ്മിഷൻ എടുത്തു, 5 വേക്കൻസി ഉണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇനി ആളില്ല. അന്നേരം പുറമേയുള്ള 5 പേർക്ക് പോയിട്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷന് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും
ലഭിച്ച സീറ്റ് മാറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ അപേക്ഷിക്കുക. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഫ് സ്പോട്ട് അഡ്മിഷനിൽ നോൺ ജോയിനിങ് ആയ വിദ്യാർത്ഥികൾ, കിട്ടിയ സീറ്റ് നഷ്ടമായ വിദ്യാർത്ഥി, ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, ലഭിച്ച സീറ്റ് മാറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ, ഇനി കിട്ടിയ സീറ്റ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.